ഗം ഗണപതയേ നമ. സം സരസ്വത്യേ നമ. ഗുരുഭ്യോ നമ. ഹരി ഓം. ദത്താത്രേയൻ വന്ദന ശ്ലോകം. വന്ദേ വിഭും സകല വേദവിദാം വരിഷ്ഠം സംസേവിതം ശുഭിരഹോ പരിതശ്ചതുർഭിഃ അത്രേ സുതം ഗുരുവരം കൃതവീര്യസൂതേ ദത്തം പ്രദത്ത നിഗമാഗമ സംഖ്യയോഗം. ഷിർഡീശ്വരൻ. വന്ദേ ജഗത്രയ വിഭും ശിരിഡീശ സായും ശ്വാനാശ്വയുഗ്മ പരിസേവിത പാർശ്വഭാഗം നിംബം തരും സകല കാമദ്രുമം വിധായ യഃ കാംക്ഷിതാനി സഫലാനി ജനേഷു ചക്രേ. ശ്രീ സത്യസായി. വന്ദേ പ്രഭും സകലദേവമയം നിരീഹം ചിത്രാവതീ തടപതി സിഗതാഭിരേവ ഭക്തേപ്സിതാനി ഫലവന്തി കരോതി ദേവസ്തം സത്യസായി പരമേശമനീശമേകം. ശ്രീ സത്യസായി ഭാഗവതം. പ്രാർത്ഥന. സത്യത്തിന് ചിറകുമുളച്ചു. പ്രിയമാകുന്ന ശിരസ്സോടെ മോദപ്രമോദമാകുന്ന ചിറകുകളോടെ ആനന്ദം വർഷിച്ച് ആ ദിവ്യരൂപം ആനന്ദഗീതം പാടി ലോകം മുഴുവനും പറന്നു നടന്നു. ആ രൂപം കണ്ടവർ ധന്യരായി, ആ ഗീതം കേട്ടവർ മുക്തരായി, ആ ചിറകിലെ ഇളന്തന്നലേറ്റവർ അനുഗ്രഹീതരായി, ആ ദിവ്യപരിമളം നുകർന്നവർ വാസനാക്ഷയം സംഭവിച്ചവരായി, ആ അമൃതം സേവിച്ചവർ ശാന്തരായി. ആ ദിവ്യ കോമള സുന്ദര രൂപം മന്ത്രിച്ചു, ഞാൻ എല്ലാവരുടേതുമാണ്, എൻ്റേതല്ലാതെ ആരുമില്ല, എന്നെ സ്വീകരിക്കൂ, നിങ്ങളുടെ ആനന്ദമാണ് എനിക്ക് ആഹാരം. ലോകത്തെ അമൃതൂട്ടി അവിടുന്ന് ആനന്ദിച്ചു. അർഹത നോക്കാതെ ആ കാരുണ്യം എല്ലാവരിലും അമൃത വർഷിച്ചു. എല്ലാവരോടുമായി അവിടുന്ന് മന്ത്രിച്ചു, നിങ്ങൾ എൻ്റെ അംശം തന്നെ, അല്ല ഞാൻ തന്നെ പലതായി മാറി എന്നെ തന്നെ സ്നേഹിക്കുകയാണ്. ശ്രീരാമ ശ്രീകൃഷ്ണാദികളിൽ കേട്ട ആനന്ദഗീതം ഒരിക്കൽ കൂടി കേട്ട് ഭൂമിദേവി കോരിത്തരിച്ച കഥയാണിത്. മാനവ ചരിത്രത്തിൽ ഇന്നേ വരെ അരങ്ങേറാത്ത അവതാര കഥ. സനാതന സാരഥിയുടെ ശംഖനാദം കേട്ട് വിശ്വം മുഴുവൻ കോൾമയിർ കൊണ്ട ദിവ്യകഥ. ആ അമൃതകഥ സ്മരണയിൽ ഉണർത്തി നമ്മുടെ നിജസ്വരൂപത്തെ കണ്ടെത്താം, അതിൽ തന്നെ നിരന്തരം വർത്തിക്കാം. അതിനായി പ്രശാന്തി സ്വരൂപൻ നമ്മിൽ കൃപ ചൊരിയട്ടെ. നമ്മുടെ മനം പ്രശാന്തി നിലയമാകട്ടെ, അവിടെ പ്രേമസ്വരൂപൻ സ്ഥിരവാസമാകട്ടെ. ഈ പ്രാർത്ഥന എഴുതിയത് പ്രശാന്തി നിലയം, ശ്രീ സത്യസായി സ്മൃതി മണ്ഡപം, വ്യാഴം 18/1/2012 വൈകുന്നേരം ഭജന സമയം. ശ്രീ സത്യസായി ഭാഗവതം. ശ്രീ സായിദാസ്.